ഓക്കെ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലൂടെ എസ് എം സിന്റെ വർക്ക് ആവുന്ന കുറച്ച് പാറ്റേൺസ് ആണ് കേട്ടോ. സോ എസ് എം സി എവിടേക്കൊക്കെ വർക്ക് ആവും, എങ്ങനത്തെ വർക്ക് ആവില്ല എന്നുള്ളതിൽ നമ്മളെ എസ് എം സിന്റെ അവസാനത്തെ ക്ലാസ്സും കൂടിയാണ്. സോ നമ്മളെ എസ് എം സിന്റെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സിലൊന്നും എസ് എം സിന്റെ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഗെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാനുള്ള ചാൻസ് ഇല്ല. സോ കുറച്ച് പാറ്റേൺസ് ഉണ്ട്, ഒരു 2-3 പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസ് എസ് എം സി നമ്മൾ ഉപയോഗിച്ചിട്ട് ട്രേഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവില്ല. അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്സ് എഫ് ഇ ജി യൂസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ആവില്ല. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര തന്നെ ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ ഫസ്റ്റ് തന്നെ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ. സോ ഇവിടെ ഇതിൻ്റെ കളർ മാറ്റാണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. വൈറ്റ് ആണ്, അത് ബ്ലാക്ക് ആക്കണം. പതിയുന്നില്ല. ഓക്കെ, അത് സ്ക്രീൻ ലോഡ് ആവാത്തതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ. സോ നമുക്ക് ഡെമോ കാണാം. സോ ഡെമോയിൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ. ഇങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒ ബിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഈ ഒ ബിയിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റ് ഇവിടെ എത്തും എന്നുള്ളത്. ഓക്കെ. ഇതൊരു സ്ട്രക്ചറാണ്. സോ ഈ ഒരു സ്ട്രക്ചറിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, മേളിൽ എത്തുമെന്ന് വിചാരിക്കും. സോ ഇങ്ങനത്തെ കുറേ സ്ട്രക്ചറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് കണ്ടിന്യൂസ്ലി ഇറങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി കയറി പോകുന്നത്. സോ ഇതിന് ലിക്വിഡിറ്റി റൺ എന്നാണ് പറയുക. സോ ഇങ്ങനത്തെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനത്തെ സ്ട്രക്ചറിലാണ് നമ്മൾ എസ് എം സി കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എൻട്രീസ് ഇടുക. സോ വേറൊരു സ്ട്രക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. വേറെ സ്ട്രക്ചർ കാണിച്ചു തരാം. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. സോ ഇങ്ങനത്തെ സ്ട്രക്ചർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. അതായത് മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. കാര്യം ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എന്താണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതേ പറ്റി തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ലെവൽ കയറിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, അടിയിലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് വേറെ സ്ട്രക്ചർ. ഇനി അടുത്ത സ്ട്രക്ചർ കാണിച്ചു തരാം. സോ അടുത്ത സ്ട്രക്ചറാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. സോ അടുത്ത സ്ട്രക്ചർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ തരും. ഓക്കെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആക്കിയിട്ട് പോകും. അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ. ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലാവും മാർക്കറ്റ്. സോ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ കറക്റ്റ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് അവോയ്ഡ് ചെയ്യണം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാക്സിമം ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇവിടെ തട്ടിയിട്ട് റിയാക്ട് ചെയ്യും. മാർക്കറ്റ് ഇതുവരെ കയറും. ഇതുവരെ കയറിയിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഒറ്റയടിക്ക് താഴത്തെത്തും. ഓക്കെ. ഇങ്ങനെയും സംഭവിക്കാം. ഇങ്ങനത്തെ ട്രേഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ അടുത്തതാണ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഞാൻ കാണിച്ചു തരാം. സോ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഇങ്ങനെയായിരിക്കും. ഓക്കെ. സോ ഇങ്ങനത്തെ സ്ട്രക്ചർ കാണും, ഇങ്ങനത്തെ. ഓക്കെ. ഇങ്ങനത്തെ സ്ട്രക്ചറിൽ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ഇടാൻ പാടില്ല. കാരണം ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. ലെഫ്റ്റ് ഷോൾഡർ, റൈറ്റ് ഷോൾഡർ എന്നുള്ളത് ഹെഡ്. ഓക്കെ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ രീതിയിൽ ഇതിങ്ങനെ കയറാനും നിൽക്കില്ല. ഇത്ര കയറിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് ഡംപാക്കും. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരേണ്ടത്. നമുക്ക് ഇന്നലെ ഗോൾഡിൽ നമ്മൾ കറക്റ്റ് കണ്ടു അത്. ഓക്കെ. സോ ഇങ്ങനെ കറക്റ്റ് ഡംപാക്കും. ഇതൊന്നും എസ് എം സിയിൽ വർക്ക് ആവില്ല. നമ്മളിവിടെ ഇന്നലെ എൻട്രി ഇടാൻ പോയിട്ടില്ല. കാരണം നമുക്ക് മനസ്സിലായി അത് മേളിൽ പോവില്ല, ബട്ട് അടിയിൽ എത്രത്തോളം വരും നമുക്കൊരു ഉറപ്പില്ലായിരുന്നു. ഓക്കെ. സോ ഞാനത് ഗോൾഡിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഗോൾഡിൽ തന്നെ കണ്ടിട്ട് ഇതാക്കിക്കോ. ഓക്കെ. സോ ഗോൾഡിൽ നമ്മൾ 1 അവറിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. കണ്ടോ, ഹെഡ് ആൻഡ് ഷോൾഡർ.
ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. മാർക്കറ്റ് മേലേക്ക് വന്നു, അടിയിലോട്ട്, മേളിലോട്ട്, അടിയിലോട്ട്, മേളിലോട്ട്, അടിക്ക് ഡമ്പായി. കണ്ടോ? ഹെഡ് ആൻഡ് ഷോൾഡർ. ഇങ്ങനെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ മാർക്കറ്റ് അടിയിലോട്ട് ഡംപാവും എന്നുള്ള കാര്യം. കാരണം നല്ല രീതിയിൽ പുഷായിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, സോ ഈ രീതിയിൽ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം ഈ ഒരു പാറ്റേണിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് അടിയിലോട്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് എന്തായി? ഡൗൺ ട്രെൻഡ് ആയി, മാർക്കറ്റ് ക്ലോസ് ആയി. സോ ഇങ്ങനത്തെ കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളെ ട്രേഡ് SMCൻ്റെ തന്നെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ. സോ ഇങ്ങനത്തെ പാറ്റേൺസ്, ഈ ഒരു 3-4 പാറ്റേൺസ് നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനത്തെ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ ട്രേഡ് മാക്സിമം അവോയ്ഡ് ചെയ്തോ. ഇത് അപ് ട്രെൻഡ് ആയാലും ഡൗൺ ട്രെൻഡ് ആയാലും ഓക്കെ, രണ്ടിലും ഒരേപോലെയാണ്. ഇങ്ങനത്തെ ട്രേഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം അവോയ്ഡ് ചെയ്തോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് അപ്ലൈ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഏകദേശം ഉറപ്പുണ്ടാവും. കാരണം മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ട് വരില്ല, അടിയിലോട്ട് തന്നെ വരുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ മാക്സിമം എല്ലാവരും ട്രേഡ് അവോയ്ഡ് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.